ഭ്രഷ്ടരാക്കപ്പെട്ടവർ. മോൾക്ക് 1.5 വയസ്സായപ്പോഴാണ് ഞാൻ റാമിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. ഈ ശാരീരികാവസ്ഥയിൽ തുടർന്നുള്ള ജീവിതത്തെ എങ്ങനെ അതിജീവിക്കുമെന്ന ചിന്ത എന്നെ വലിയ രീതിയിൽ അലട്ടി. എങ്കിലും എല്ലാം നേരിടാൻ തയ്യാറായിരുന്നു. അമ്മയിൽ നിന്നും കിട്ടിയ സഹായങ്ങളില്ലാതായപ്പോൾ കുഞ്ഞിനെ നോക്കുന്നതും വീട്ടുജോലികളും എല്ലാം താങ്ങാൻ പറ്റാതായി. റാം സഹായിക്കുമായിരുന്നെങ്കിലും അതിനൊക്കെയും ഒരു പരിധിയുണ്ടായിരുന്നു. അതിലൊക്കെ ഉപരിയായി ഓരോ ദിവസം ചെല്ലുന്തോറും റാമിൻ്റെ അച്ഛൻ കൂടുതൽ മൗനിയായി. പോകെ അതിൽ നിന്നും വ്യത്യസ്തമായി രാത്രികാലങ്ങളിൽ ഉറക്കമില്ലാതെ മുറിക്കുള്ളിലൂടെ തലങ്ങും വിലങ്ങും നടക്കുകയും എന്തൊക്കെയോ പുലമ്പുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അച്ഛൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് വൈകാതെ തിരിച്ചറിഞ്ഞു. റാമും അച്ഛനും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നില്ല. റാം കുട്ടിയായിരുന്നപ്പോൾ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടതിനാൽ അച്ഛനോടുണ്ടായിരുന്ന മാനസിക അടുപ്പം ഇല്ലാതായതായിരുന്നു. പിന്നീട് റാം അച്ഛനോട് മിണ്ടിയിട്ടില്ല. ഞാൻ അവിടെ ചെന്നതിന് ശേഷം ഒരിക്കൽ പോലും റാം അച്ഛനോട് മുഖാമുഖം നോക്കുന്നതോ മിണ്ടുന്നതോ കണ്ടിട്ടില്ലായിരുന്നു. അച്ഛൻ ഒരു തരത്തിൽ അലസനായിരുന്നു. എല്ലുമുറിയെ പണിയെടുക്കുമായിരുന്നെങ്കിലും അത് കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കുന്ന കാര്യത്തിൽ പിന്നോക്കം നിന്നിരുന്നു. മക്കളുടെ വളർച്ചയ്ക്കും അവരുടെ ഭാവി ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്കും അച്ഛൻ പ്രാധാന്യം നൽകിയില്ല. അച്ഛൻ്റെ അലസ ജീവിതത്തിന് മുകളിലിരുന്നാണ് ചിറ്റപ്പൻ എന്ന വ്യക്തി റാം അടക്കമുള്ള അച്ഛൻ്റെ മക്കളുടെ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിച്ചത്. അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തും അവരുടെ ഭാവി ജീവിതത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തും ചിറ്റപ്പൻ അവരെ സംരക്ഷിച്ചു. അതിൽ നിന്നും വ്യത്യസ്തമായി മാറി നടന്നത് റാം മാത്രമായിരുന്നു. ചിറ്റപ്പൻ എന്നയാളുടെ വിശ്വാസങ്ങളെയും ആദർശങ്ങളെയും ജാതിബോധത്തെയും പിന്തുടരാൻ റാമിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റാം എന്നും അവരുടെ മനസ്സിൽ പുറമ്പോക്കിൽ തന്നെയായിരുന്നു. വിവാഹം കഴിച്ചതോടുകൂടി അത് കടുത്ത വെറുപ്പിലേക്ക് വഴിമാറി. പ്രസവാനന്തരമുള്ള ശാരീരിക അവശതകൾ കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. അലർജി മൂലമുള്ള പ്രശ്നങ്ങളും പതിവായി. ഓർമ്മക്കുറവുള്ള അച്ഛൻ്റെ നിർത്താതെയുള്ള ജൽപ്പനങ്ങളും അലർച്ചയും പൊട്ടിക്കരച്ചിലുകളും ശകാരങ്ങളും വീട്ടിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. അത് മാനസികമായി തളർത്തി. കവിതയും പുസ്തകങ്ങളുമൊക്കെ വിദൂരമായ ഓർമ്മകൾ മാത്രമായി. രാവിലെ മുതൽ രാത്രി വരെയുള്ള ജോലികൾ ആരോഗ്യത്തെ താറുമാറാക്കി. അതിനിടയിൽ അച്ഛന് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു പ്രവൃത്തി തന്നെയായിരുന്നു. അച്ഛന് ഓർമ്മ നശിച്ചതു മുതൽ ആ വീട്ടിലെ വേലക്കാരി എന്ന നിലയിലായിരുന്നു പരിഗണിച്ചു കൊണ്ടിരുന്നത്. അതുകൊണ്ടാവാം ഇടയ്ക്കിടെ ഉപദ്രവിക്കാനും തുടങ്ങി. അപ്രതീക്ഷിതമായി എന്നെ ഇടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതെന്നെ കൂടുതൽ അവശയാക്കി. പരാതിപ്പെടുമ്പോൾ ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, ഓർമ്മക്കുറവുകൊണ്ടല്ലേ എന്ന് പറഞ്ഞ് റാമിൻ്റെ ബന്ധുക്കളും സഹോദരിമാരും അതിനെ ലഘൂകരിക്കുമായിരുന്നു. തീരെ വയ്യാതാകുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ പോയി നിൽക്കുമ്പോൾ പ്രായമായ സുഖമില്ലാത്ത അച്ഛനെ വീട്ടിൽ തനിച്ചാക്കിപ്പോയി എന്ന കാരണം പറഞ്ഞ് എല്ലാവരും മാനസികമായി വേട്ടയാടി. 2-3 ദിവസം കൂടുതൽ വീട്ടിൽ നിന്നാൽ സാമ്പ്രദായിക വിശ്വാസങ്ങളെ കൂട്ടുപിടിച്ച് ജീവിക്കുന്ന അച്ഛനമ്മമാർ ഭർത്തൃ വീട്ടിലേക്ക് പോകാൻ നിർബന്ധിക്കുമായിരുന്നു. മനസ്സും ശരീരവും ഒരുപോലെ തകർന്ന് ഒരു ജീവച്ഛവം പോലെ അവിടെ തുടർന്നു. കവിത എഴുതിയിരുന്ന ഞാൻ വിദൂരമായ ഓർമ്മ മാത്രമായി മാറിക്കഴിഞ്ഞു. അപ്പോഴൊക്കെ ആവശ്യതകൾ നോക്കി ഒന്നും ചെയ്യാനാകാതെ നിൽക്കുന്ന റാമിനെയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ കാണാനായത്. അതിനിടയിൽ ആകെ വരുമാന മാർഗമായുണ്ടായിരുന്ന കമ്പ്യൂട്ടർ സെൻറ്റർ കനത്ത നഷ്ടത്തിലായി. ലോൺ തുകയും വാടകയും കറണ്ട് ചാർജും അടയ്ക്കാനാവാതെ ഏറെ നഷ്ടപ്പെട്ടു. പലപ്പോഴും സ്വർണം പണയപ്പെടുത്തിയും വിറ്റും ലോൺ അടച്ചുകൊണ്ടിരുന്നു. പിന്നീട് ആ സാധ്യതയും ഇല്ലാതായി. ഒടുവിൽ ആ സ്ഥാപനം എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്നുള്ള ജീവിതം എങ്ങനെയായിരിക്കുമെന്ന ചിന്ത ഉറക്കം കെടുത്തി. മറ്റൊരു വരുമാനമാർഗം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ റാമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിസന്ധികളെ നേരിടാൻ റാം മധ്യത്തിൽ അഭയം പ്രാപിക്കാനും തുടങ്ങിയിരുന്നു.